നല്ല പിങ്ക് കളറിൽ പഞ്ഞി പോലെ വായിലിട്ടാൽ അലിഞ്ഞു പോണ വട്ടയപ്പം. അതും എളുപ്പത്തിൽ അരിപ്പൊടി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അരി കുതിർക്കുകയും അരയ്ക്കുകയും ഒന്നും വേണ്ട. മിക്സിയുടെ വലിയ ജാറിൽ ഇടിയപ്പം പൊടി അല്ലെങ്കിൽ അപ്പം പൊടി കേട്ടോ. അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് ചിരകിയ തേങ്ങ, 3/4 ഗ്ലാസ് ചോറ്, 3/4 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ്, പിന്നെ 1 ഗ്ലാസ് വെള്ളം. ഇനി നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ഏകദേശം 1/2 ഗ്ലാസോളം പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ അങ്ങനെ അത്ര വലിയ മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി പഞ്ചസാര ആഡ് ചെയ്തോളൂ. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തോളൂ. ഇനി 1/2 ഗ്ലാസ് വെള്ളം കൂടി എക്സ്ട്രാ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ അരച്ചെടുക്കാം കേട്ടോ. ഇതേ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് എടുക്കുക. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടോ. നല്ലോണം പേസ്റ്റ് ആവണം, അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഇനി നമ്മൾ അരച്ചു വെച്ചിട്ട് മാവും ബീട്രൂട്ട് പേസ്റ്റും ഒന്നിച്ച് ചേർത്തിട്ട് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്യുക. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തോളൂ. ഇത് നന്നായിട്ട് കലങ്ങണം കേട്ടോ. ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ ഒരു നൈസ് പിങ്ക് കളറിലേക്ക് വരും. മാവ് ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ. വെള്ളം കൂടാണ്ട് ശ്രദ്ധിക്കണേ. ഇനി അടച്ചു വെച്ചിട്ട് നല്ല ചൂടുള്ള സ്ഥലത്ത് വെക്കുക. ഇത് ഫെർമെന്റ് ആവാനായിട്ട് ഒരു 4 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെയൊക്കെ എടുക്കും കേട്ടോ. പിന്നെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥയൊക്കെ അനുസരിച്ചിട്ട് ഇരിക്കും. കണ്ടോ, നല്ല ബബിൾസ് ഒക്കെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഒരു പരന്ന പാത്രം എടുത്ത് അതിൽ കുറച്ച് ബട്ടർ പറ്റി കൊടുക്കാം. വെളിച്ചെണ്ണോ നെയ്യോ ആണെങ്കിലും ഓക്കെ ആണ് കേട്ടോ. ഏകദേശം ഒരു 3/4 ഭാഗം ഹൈറ്റിൽ ഞാൻ മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ആവിയിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. നോക്കി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ കളറാണ് ഇതിന്റെ ഹൈലൈറ്റ് കേട്ടോ. ബീട്രൂട്ടിന് പകരം നമുക്ക് ക്യാരറ്റും യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഉണ്ടാക്കി നോക്കിക്കോളൂ, എന്തായാലും ഇഷ്ടാവും.